നമസ്കാരം. നൈറ്റ് ലൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഗ്യാസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം പോലും നിൽക്കാറില്ല എന്നുള്ളത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു പല്ലവിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഗ്യാസ് പെട്ടെന്ന് തീരാതെ സൂക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിശ്വാസ് ഏജൻസീസിൻ്റെ ഒരു പുതിയ ഉപകരണം പരിചയപ്പെടുത്തുന്നു. ഇതുപോലെ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇത് ഓൺ ആക്കിയാൽ ഒരിക്കലും ഗ്യാസ് പുറത്തേക്ക് വരില്ല എന്നുള്ളതാണ് ഗ്യാസ് സെറ്റ് ഡിവൈസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സിലിണ്ടറിൻ്റെ ഇവിടെ കത്തിച്ച് നോക്കാൻ പറ്റും. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മുടെ നോർമൽ റെഗുലേറ്റർ ഓൺ ആക്കിയാലും ഒരിക്കലും ഗ്യാസ് പുറത്തേക്ക് വരില്ല. ഇത് സേഫ്റ്റിയോട് കൂടിയാണ് കാണിക്കുന്നത്. ഇനി അടുപ്പെല്ലോട്ട് കണക്ട് ചെയ്യുക. ഗേജ് മീറ്റർ കൊടുത്തിട്ടുണ്ട് സിലിണ്ടറിനകത്തുള്ള ഗ്യാസിൻ്റെ അളവ് അറിയാനായിട്ട്. ഇതിപ്പോൾ എം ടി ആണ് കാണിക്കുന്നത്, കാരണം സിലിണ്ടർ ഓണല്ല. പ്രസ് ചെയ്യുമ്പോൾ ഫുള്ള് ഗ്യാസ് ആയതുകൊണ്ട് ഫുള്ള് കാണിക്കുന്നു. ഹാഫ് സിലിണ്ടർ ആണെങ്കിൽ ഗ്രീനിൻ്റെയും വൈറ്റിൻ്റെ ഇടയ്ക്ക് വരും. മുക്കാൽ ഭാഗം ഗ്യാസ് ഉണ്ടെങ്കിൽ ഈ വൈറ്റ് കളറിലായിരിക്കും സൂചി ഉണ്ടാകുക. എം ടി ആയി കഴിഞ്ഞാൽ ഈ റെഡിൽ വരും. ഇനി നമ്മളിത് ഓണാക്കുമ്പോൾ ഓണാക്കിയിട്ട് ഈ അടുപ്പ് കത്തിക്കുകയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുപ്പ് ഓഫായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമ്മളുടെ അടുപ്പ് ട്യൂബ് കണക്ട് ചെയ്ത ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള ലീക്കേജ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഓഫായി പോവുക. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതേപോലെ അടുപ്പ് വീണ്ടും ഓഫ് ചെയ്തിട്ട് ഇതിൽ 2 തവണ പ്രസ് ചെയ്ത് കൊടുക്കുക. 2 തവണ ഇതേപോലെ അമർത്തി കൊടുക്കുക. ഇത് കൊടുത്തിട്ട് ഇത് ഓണാക്കുക. വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറ്റടിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളം തിളച്ച് വന്നിട്ടോ മറ്റോ അടുപ്പ് ഇതേപോലെ ഒന്ന് കെട്ടുപോയി കഴിഞ്ഞാൽ ട്യൂബിലുള്ള ഗ്യാസ് മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഗ്യാസ് പുറത്തു പോയി തീർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ്. ട്യൂബിലെ ഗ്യാസ് പുറത്തു പോയി തീരുന്നതിന് മുന്നേ കത്തിച്ചാൽ അത് അടുപ്പിൻ്റെ പുറത്ത് കത്തിച്ചിട്ട് കാര്യമില്ല, അടുപ്പിനോട് ചേർത്ത് വെച്ച് കത്തിക്കും. അടുപ്പിൻ്റെ പുറത്ത് കത്തിച്ച് പിടിച്ചാലും കത്തത്തില്ല, അടുപ്പിനോട് ചേർത്ത് പിടിച്ച് കത്തിച്ചാൽ മാത്രമേ കത്തും. ഇനി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്യൂബ് ഇളകുകയോ മുറിയുകയോ ചെയ്താൽ സ്കൂട്ടി സിലിണ്ടറിൽ ഓഫ്. ഇതാ ഞാൻ ഈ ട്യൂബ് ഇവിടുന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിൻ്റെ ട്യൂബ് ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്യുകയാണ്. ഡിസ്കണക്ട് ചെയ്ത സ്പോട്ടിൽ നമ്മൾ ഓഫാണ്. ഒരു തുള്ളി ഗ്യാസ് പോലും പുറത്തേക്ക്. കാരണം വീട്ടിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ രാത്രിയിൽ ഓഫ് ചെയ്തിട്ടാണ് കിടക്കാറ്. രാവിലെ എണീറ്റ് വന്ന് സിലിണ്ടർ ഓൺ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ട്യൂബിന് ലീക്കുണ്ടോ അടുപ്പിന് ലീക്കുണ്ടോ എന്ന് നോക്കില്ല. രാവിലെ ഓണാക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ ഒരു ചെറിയ ലീക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പ് ഓണാക്കുമ്പോൾ ഇതേപോലെയാണ് കത്തുക. അപ്പോൾ നമുക്ക് ഒരിക്കലും വെള്ളം കോരി ഒഴിച്ചിട്ട് ഇത് കെടുത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇലക്ട്രിസിറ്റി, നമ്മളൊരു ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ എടുക്കുമ്പോൾ പണ്ട് നമുക്ക് മെയിൻ സ്വിച്ച് മാത്രം, അതിൻ്റെ കൂടുതൽ ബ്രേക്കറും കൂടെ കൊണ്ടുവന്നതിന് കാരണം എല്ലാ വീട്ടിലും എല്ലാ ഇരുന്നലിലും ഓരോ ഇലക്ട്രോണിക് ഐറ്റം പോകുന്നതുകൊണ്ടാണ്. എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഈ അപകടം വന്നതിന് ശേഷം കരിയുന്നതിനേക്കാൾ വരാതിരിക്കാനുള്ള ഈ ഉപകരണം ആവശ്യമുള്ളവർക്ക് ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പർ 998 ഇത് തന്നെ നമ്പർ 9847 206 737. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കട്ടെ. Thank you for watching Night Lights. Bye.